തേനീച്ചയെക്കുറിച്ച് ശാസ്ത്രം ഇന്ന് കണ്ടെത്തിയത് 1400 വർഷം മുന്നേ ഖുർആൻ പ്രതിപാദിച്ചതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഷഡ്ഭുജാകൃതിയിൽ കൃത്യമായി അടുക്കി വെച്ച അറകൾ നിർമ്മിച്ച് വീട് നിർമ്മിച്ച് അതിൽ ഓരോ അറയിലും കൃത്യമായ അളവിൽ തേൻ നിറക്കുന്ന തേനീച്ചക്ക് എഞ്ചിനീയറിംഗിന്റെ വിദ്യകൾ ആരാണ് പഠിപ്പിച്ചു കൊടുത്തത്? വിശുദ്ധ ഖുർആനിൽ തേനീച്ചയുടെ പേരിൽ ഒരു അധ്യായം തന്നെ കാണാം. സൂറത്തുൻ നഹ്ലിലൂടെ അല്ലാഹു തആല തേനീച്ചക്ക് ബോധനം നൽകിയത് എടുത്തു പറയുന്നുണ്ട്. മലകളിലും വൃക്ഷങ്ങളിലും മനുഷ്യൻ കെട്ടുയർത്തുന്നതിലും കൂടുകൂട്ടാനും ഭക്ഷണം ശേഖരിക്കാനും അതിൽ നിന്നും ഉൽപ്പാദിക്കപ്പെടുന്ന തേൻ ഔഷധമാണെന്നും പഠിപ്പിക്കുന്നുണ്ട്. ചെറിയ 2 ആയത്തുകളിൽ വലിയ അത്ഭുതങ്ങളാണ് ഖുർആൻ ഒതുക്കി വെച്ചിരിക്കുന്നത്. ആധുനിക ശാസ്ത്രലോകം ഇത്രയേറെ വികസിച്ച ഈ കാലത്തും ചിലരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് പൂവിൽ നിന്നും മറ്റും തേനുകൾ മാത്രം ശേഖരിച്ചാണ് തേനീച്ചകൾ തേൻ നിർമ്മിക്കുന്നത് എന്നതാണ്. സ്കൂൾ പുസ്തകങ്ങളിൽ വരെ അങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നത് എന്നതാണ് കൗതുകം. അവിടെയാണ് ഖുർആൻ കുലി മിൻ കുല്ലി സമറാത്ത്, എല്ലാ ഫലങ്ങളിൽ നിന്നും നീ ഭക്ഷിക്കുക എന്ന് പ്രയോഗിച്ചത്. സ്ക്രീനിൽ തേനീച്ചകളെ പറ്റി മാത്രം വിശകലനം ചെയ്യുന്ന ഒരു വെബ്സൈറ്റിൽ കൊടുത്ത പഠനം നോക്കൂ. തേനീച്ച പല ഫലങ്ങളും ഭക്ഷിക്കുന്നുണ്ടെന്ന് അതിൽ കൃത്യമായി പറയുന്നു. ഇനി ഖുർആൻ ഈ 2 ആയത്തുകളിൽ പ്രയോഗിച്ച വാക്കുകളിലേക്ക് നോക്കൂ. മലകളിലും വൃക്ഷങ്ങളിലുമൊക്കെ വീട് കെട്ടി ഉയർത്താനും ഭക്ഷണം ശേഖരിക്കാനും എല്ലാം കൽപ്പിക്കാൻ ഉപയോഗിച്ചത് ഇത്തഹിദി, കുലി, ഫസ്ലുക്കി, റബ്ബിക്കി തുടങ്ങിയവയാണ്. ഇവയെല്ലാം സ്ത്രീലിംഗത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. പെൺതേനീച്ചയെ അഭിസംബോധനം ചെയ്താണ് ഖുർആൻ ഇതെല്ലാം പറഞ്ഞത്. എന്തായിരിക്കും കാരണം? ഒരു തേനീച്ചക്കൂട്ടിൽ 3 തരം തേനീച്ചകളാണ് ഉണ്ടാവുക. ഒരു റാണി തേനീച്ചയും മടിയനീച്ച എന്ന് പറയുന്ന കുറഞ്ഞ ആൺ തേനീച്ചകളും ഒരുപാടധികം ജോലിക്കാരി തേനീച്ചകളും. ഇതിൽ റാണി തേനീച്ചയുടെ ജോലി മുട്ടയിടൽ മാത്രമാണെങ്കിൽ ആൺ തേനീച്ചകളുടെ ജോലി റാണിയുമായി ഇണചേരൽ മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ ജോലികളും ചെയ്യുന്നത് ജോലിക്കാരി തേനീച്ചകളാണ്. ഇവർ പെൺവർഗമാണ്. ഇവരെ അഭിസംബോധനം ചെയ്താണ് ഖുർആൻ കൂടുണ്ടാക്കാൻ പറയുന്നതും ഭക്ഷണം ശേഖരിക്കാൻ പറയുന്നതും. സുബ്ഹാനല്ലാഹ്, ആധുനിക ലോകം ഈ അടുത്ത് മാത്രം തിരിച്ചറിഞ്ഞ ഇത്തരം ശാസ്ത്രീയ സത്യങ്ങളെ ഖുർആൻ എത്രയോ മുന്നേ പരാമർശിച്ചിരിക്കുന്നു എന്നതാണ് ഖുർആനിന്റെ അമാനുഷികത. ഇൻഷാ അല്ലാഹ് തേനീച്ചയെക്കുറിച്ച് ഇനിയും കുറച്ചുകൂടെ പറയാനുണ്ട്. അടുത്ത എപ്പിസോഡിൽ പറയാം.